ഗൈസ് ഇന്ന് മാതാജിയുടെ പിറന്നാളാണ്. പിറന്നാൾ എന്താ എങ്ങനെ നോക്കണം മൂക്ക് ഭക്തനെ പറ്റി എന്തിനാ ഓറിയ കലിപ്പ പടേ ഓറിയ കലിപ്പാണ് ഗൈസ് രാവിലെ. അപ്പൊ ഗൈസ് അപ്പോൾ ഗൈസ് അവളെ രാവിലെ കുളിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവളീ കിടന്ന് തുള്ളി മറിയണത് ഗൈസ്. അമ്മയായിട്ടൊക്കെ ഭയങ്കര കളിയാക്കിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര കുരയാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ വെളിയിലായിട്ടേക്കാം അവിടെ കിടക്കാൻ എന്ന് വെച്ചാൽ അവിടെ കിടക്കട്ട് വീട് മൊത്തം ഇല്ലാതാക്കാനുണ്ട്. പിന്നെ സിറ്റ് ഔട്ട് ഗൈസ് ഇവളെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. വെച്ചാൽ ഭയങ്കര കടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കടി. ദേഹം മൊത്തം മുറിച്ച് വാരി വെച്ചേക്കാണ് ഗൈസ് എൻ്റെ. അങ്ങനെ ഗൈസ് ഇവളെ സ്കൂളിൽ സുന്ദരി കുട്ടപ്പിയായിട്ടിരിക്കുകയാണ്. ഓറിയോ ഓറിയോ ഇപ്പൊ എങ്ങനെ താഴെ ഇറങ്ങാം? എൻ്റെ അടുത്ത് വന്നിരിക്കാനാണോ തോന്നുന്നത്? എന്ത് ഓറിയോ ഓറിയോ ഗൈസ് ഞാൻ ഒരു ഡൗട്ട് വെക്കട്ടെ. ഈ ലാവിന്റെ കണ്ണ് ഇങ്ങനെ കിടക്കൂ? കണ്ണ് ഇവളെ കണ്ണ് കണ്ടോ? കണ്ണ് കൂട്ട് നോക്കണോ? ഓറിയോ ഓരോ കൂട്ട് എന്റെ ഗൈസ് അവളെ ഒരു കണ്ണ് കണ്ടോ? അങ്ങനെ അതങ്ങനെ കിടക്കുമോ? അതോ അങ്ങനെ ഗൈസ് അമ്മയുടെ ബർത്ത്ഡേ ഉണ്ട്. ഞാൻ പിന്നെ പാലാഴി കയറി 1 കിലോ കേക്കൊക്കെ വാങ്ങിച്ച് എന്നെ കൊണ്ടാവണം ചെയ്തത്. പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ കയറി 149 രൂപ 1 കിലോ ചിക്കൻ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ രാവിലെ പറഞ്ഞ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്മരിച്ചിനെയും മീനും വെച്ച് കഴിക്കാൻ. അപ്പം ബീഫിനുള്ള പൈസ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കനാണ് വാങ്ങിക്കാൻ കയറി ഗൈസ്. സമയം 8 മണിയായി. ഇനി ഇത് നിങ്ങളുടെ വീട്ടിൽ പോകണം. നേരത്തെ ചിക്കനും കൂടി വാങ്ങിയിട്ട് ഇപ്പോൾ സന്തോഷിപ്പിക്കാം. അതിനുള്ള പൈസ ഇപ്പം എൻ്റെ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് പിന്നെ ഗൈസ് ചിക്കൻ വാങ്ങിക്കാൻ കയറി വേറെ അടുത്തുമല്ല, എൻ്റെ വീട്ടിലോട്ട് പോണ വഴി തന്നെ. വഴി മുക്കിയിൽ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം ഗൈസ്. അങ്ങനെ അവിടെ കയറി ചിക്കനൊക്കെ വാങ്ങിച്ച് ഇതാണ്ട് ഗൈസ്. ഇതാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി അയച്ച കേക്ക്. കുഞ്ഞി കേക്കാണ് ഗൈസ്, 1 കിലോടാണ്. അങ്ങനെ അമ്മയുടെ എക്സ്പ്രഷൻസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഡ്രസ് എടുത്തിട്ട അമ്മയുടെ എക്സ്പ്രഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ചേട്ടൻ വന്നിട്ട് എനിക്ക് കേക്ക് കിട്ടിയുള്ളൂ. ഓക്കെ ഇനി എൻ്റെ കുറച്ച് വട്ടാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ബർത്ത്ഡേ കേക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ കൈയൊട്ടാനും ചിരിക്കാനും ഒക്കെ. എന്നെക്കാളും ഉള്ളൊരു ഉടുപ്പിനെ എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് വേണ്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നി ഗൈസ്. അങ്ങനെ നല്ല സെറ്റ് കേക്കായിരുന്നു. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ ഗൈസ് ഈ കേക്കിനകത്ത് ഒരുമാതിരി എൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒരുപാട് ഒഴിച്ചിരിക്കും. പക്ഷേ ഇതിൽ പാലാഴിയിൽ നിന്ന് വാങ്ങിക്കണം, ബാലരാമപുരത്താണ് കേട്ടോ. പാലാഴിയിൽ നിന്ന് വാങ്ങിക്കണ കേക്കിന് ഭയങ്കര നല്ല നല്ല ടേസ്റ്റാണ് ഗൈസ്. അമ്മയ്ക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇഷ്ടം എന്ന് കരുതിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അമ്മയ്ക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഇഷ്ടം എന്നും ഞാൻ തിരിച്ചറിവിലൂടെ മനസ്സിലാക്കി ഗൈസ്. അങ്ങനെ ഗൈസ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, അതും മുൺമിണാം തിന്നുകൊണ്ടത്. എൻ്റെ കസേര ഉണ്ട് ഗൈസ്, പൊട്ടിയിരിക്കണ കസേരയാണ്. എപ്പോൾ വേണോ വീണ് മണ്ട വളക്കാം ആ ഒരു അവസ്ഥയിലാണ് കസേര ഇരിക്കണത്. അത് പിന്നെ ഇതിലാരും ഇരിക്കില്ല, ഞാൻ പിന്നെ ജസ്റ്റ് കയറി ഇരുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു പീസ് കേക്ക് എടുത്തിട്ട് എൻ്റെ ഓറിയോനും കൊടുത്തു. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ് കേക്ക് കൊടുത്തപ്പോൾ. അങ്ങനെ കൊടുക്കാൻ പാടില്ല, മധുരമൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ പാവമല്ലേ കൊതിക്ക് ഞാൻ ഈ ഒരു കഷ്ണം പീസ് 2 പേർക്കുമായിട്ട് ഞാൻ വീതിച്ച് കൊടുത്തു. അങ്ങനെ ഇത് ടോബിയാണ് ഗൈസ്, ഉണ്ടാവും കഴിക്കണണ്ട, അവനും കൊടുത്തു. അങ്ങനെ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മാതാജിയുടെ പിറന്നാൾ. അയ്യോ കുറുമ്പ് പിടിച്ചെന്ന് ഗൈസ്. പിന്നെ ചിക്കൻ ഇന്ന് വെക്കണ കോളില്ല ഗൈസ്, ഇന്ന് എന്തായാലും വെക്കൂല, നാളെ തന്നെ ആയിരിക്കും. അപ്പൊ ഗൈസ് ഞാൻ രാത്രി ഇവളെയും കൊണ്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. എന്തോ ഒരു സൗണ്ട് കേൾക്കണം. ഇനിയിപ്പോൾ വല്ല പോസ്റ്റ് വല്ല എരിഞ്ഞ് വരിക്കുമെന്നോ ഞാൻ. അവൾ സ്ഥലം പിടിക്കുവാണെന്ന് തോന്നുന്നു ഗൈസ്, അവളുടെ കാര്യം സാധിക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളെ വഴി. ഞാൻ മുന്നേ കുറേ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നമുക്ക്. ഓറിയോ അങ്ങനെ
ഗൈസ് ഞാൻ റൂമിനകത്ത് കയറിയപ്പം ചേച്ചിയുടെ കല്യാണ ആൽബം കണ്ട് അങ്ങനെ എന്താ പറയുക കല്യാണ ആൽബം നോക്കിയിരുന്നത് പാർട്ടി ചെയ്യാൻ കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ചേട്ടൻ, അങ്ങനെ നമ്മുടെ ഫാമിലി. പിന്നെ വരുന്നത് പിന്നെ ഇതെൻ്റെ ഷോപ്പിലുള്ളവരാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ചേച്ചിമാർ കസിൻസൊക്കെയാണ്. ടപ്പനെ ഓട്ടിച്ച് കാണിച്ചിടാം ഗൈസ്, എല്ലാം വിസ്തരിച്ച് കാണിക്കാനുള്ള ഒരു സമയത്തില്ല. അത് ചേട്ടനായിരുന്നു, കല്യാണ ചേട്ടൻ. ഇതാണ് എൻ്റെ ദക്ഷക്കുട്ടി ചക്കരമുത്ത്. ഇത് ഞാനും ചേച്ചി, ഇത് എൻ്റെ ചേച്ചിമാർ. അങ്ങനെ ഇതും കണ്ടും കൊണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയാണ് ഗൈസ്. ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു എനിക്ക് വീട്ടിൽ ഒതുക്കിയത് ഗൈസ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ബർത്ത്ഡേ എന്തായാലും സെറ്റായിട്ട് ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് ഞാൻ സൂപ്പറായിട്ട് ആഘോഷിക്കും. അപ്പോൾ ഇന്നിനിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ വല്ലതും കഴിച്ചും കൊണ്ട് ഞാൻ കയറി കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. എൻ്റെ ഓറിയോ ഭയങ്കര വിഷമം, ഓറിയോ ഭയങ്കര വിഷമമാണ് ഗൈസ്. അവളെ ഇപ്പം ഇങ്ങോട്ടോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല, ഇല്ലെങ്കിൽ റൂമിൽ കിടന്ന് കളിക്കായിരുന്നല്ലോ. ഇങ്ങനെ അഴിച്ചു വിട്ട് അവൾ കമ്പാൻ കരുതിയായപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കെട്ടിയിടാന്ന് വെച്ചാൽ അവൾക്കൊരു ആപ്പിളൊക്കെ ഇട്ട്